ഇന്നത്തെ ഈ സെഷൻ്റെ സുപ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ 16th ക്യാമ്പിൻ്റെ വിഷയം ഇപ്പോൾ എല്ലാവർക്കും ഹൃദ്യസ്ഥമായി കാണും. ഓർക്കണേ, നമ്മുടെ വിഷയം ഫൈറ്റ് ഫോർ യുവർ ഫാമിലീസ്. നെഹമ്യ 4:14 ആധാരമാക്കി ഏറെ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്ത, ഇന്ന് ഏറെ അനിവാര്യമായിരിക്കുന്ന ഒരു വിഷയമാണിത്. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നാം മറക്കരുത്. ഈ സെഷനിൽ നാം ചിന്തിക്കുന്നത് കുടുംബത്തിനായി പോരാടുന്നതിൽ മക്കൾക്ക് അഥവാ തലമുറകൾക്കുള്ള പങ്ക് എന്ന വിഷയമാണ്. ഈ വിഷയം നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ലോക പ്രശസ്ത സുവിശേഷകയായ സിസ്റ്റർ മേഴ്സി ബിജുവാണ്. സിസ്റ്റർ മേഴ്സിയെ ഭൂരിഭാഗം പേർക്കും പരിചയമുണ്ടെങ്കിലും പുതുതായി വന്നവർക്കും കോവിഡ് കാലത്ത് വന്നവർക്കും അത്ര പരിചയം കാണില്ല. അതിനാൽ ചുരുങ്ങിയ വാക്കുകളിൽ ദാസിയെ ഞാൻ ഇത്തരണത്തിൽ പരിചയപ്പെടുത്തട്ടെ. ഒരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ച ദാസി ക്രിസ്തീയ മൂല്യങ്ങൾ ചെറുപ്രായം മുതൽ അഭ്യസിച്ചു വന്നവളായിരുന്നു. വയലത്തല അവറാച്ചായൻ എന്നറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധ സുവിശേഷകൻ്റെ 3 പെൺമക്കളിൽ 2ാമത്തെ മകളായി ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നടക്കാൻ ചെറുപ്രായം മുതൽ ഭാഗ്യം ലഭിച്ചവൾ. നമ്മുടെ റാന്നി സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജുവിൻ്റെ സഹധർമ്മിണി, പ്രിയ പ്രൈസിൻ്റെയും പ്രിൻസിൻ്റെയും അമ്മ. 1991 മാർത്തോമ വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്തിൻ്റെ അനുഭവം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവിക കൽപ്പന പാലിച്ചു. 2003 മുതൽ നമ്മുടെ ഫെയ്ത്ത് സിറ്റി കുടുംബാംഗം. ദാസിയെ സ്നേഹാദരങ്ങളോടെ സന്ദേശം പങ്കുവയ്ക്കാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവദാസിയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം, അതായത് 45 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥന നിർഭരരായി ഏകാഗ്രതയോടെ ദൈവശബ്ദം കേൾക്കാം. I invite Sister Mercy Biju for the session. നമുക്ക് കൈയടിച്ച് ദാസിയെ സ്വാഗതം ചെയ്യാം. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഫാമിലി ഫെസ്റ്റിവലിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമുമായി ദൈവം നമ്മളെ 16ാമത് ക്യാമ്പായി കൂട്ടിവരുത്തിയ വൻ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ബാബു ജോൺ കുടുംബം, ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷക്ത ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഇപ്പോൾ വേദിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരും, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ ജോസ്ലിൻ, ഇന്നത്തെ ക്യാമ്പിനകത്ത് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെ കാലപ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് വേണ്ടിയ ക്രമീകരണങ്ങൾ വരുത്തുവാനും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പോരാടുവാനും അതേതൊക്കെ നിലവാരത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തെടുത്ത് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയുമെന്നതിനെപ്പറ്റി നമ്മൾ വിലപ്പെട്ട ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം നേരത്തെ സിസ്റ്റർ ജോസ്ലിൻ ഓർപ്പിച്ചല്ലോ. കുടുംബം പണിയുന്നതിൽ അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി പോരാടുന്നതിൽ കുഞ്ഞുങ്ങൾക്കുള്ള പങ്ക് എന്നുള്ള വിഷയമാണ്. സ്തോത്രം. നമ്മളതിന് ആധാരമായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകമാണ് എടുത്തിരിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള പുസ്തകമാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം ഫെയ്ത്ത് സിറ്റിയിൽ ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ള പുസ്തകമാണ്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം യെരുശലേമിൻ്റെ ദാരുണമായ അവസ്ഥയെപ്പറ്റി നെഹമ്യാവിനോട് അറിയിക്കുമ്പോൾ നെഹമ്യാവ് വളരെയേറെ ദുഃഖിതനായി വിഷണ്ണനായി താൻ ഏറെ നാളുകളിരുന്ന് കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചും രാജാവിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടെ
യെരുശലേമിൻ്റെ തകർന്നു കിടക്കുന്ന മതിലുകളെ പണിയുന്നതിനു വേണ്ടി താൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഏതാണ്ട് 52 ദിവസം കൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിച്ച് മടങ്ങി വരുന്ന ഒരു ചരിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം. പ്രൈസ് ഗോഡ്. ആ പുസ്തകത്തിൽ നമ്മൾ ആത്മീകമായി പഠിച്ചാൽ ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീക കുടുംബത്തിൻ്റെ ആത്മീക പണിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ വ്യക്തിപരം, കുടുംബപരം, സഭാപരം ഈ തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയും പണിയപ്പെടാനുണ്ട് എന്നുള്ള സത്യം ഈ ക്യാമ്പിൽ നമ്മൾ ഒന്നുകൂടെ ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ആരാധനയോടുള്ള മണ്ഡലത്തിൽ, നമ്മുടെ ബന്ധങ്ങൾ, കടപ്പാടുകൾ, ദൈവവചന ധ്യാനങ്ങൾ, ഇങ്ങനെ സമസ്ത മേഖലകളും ഒന്ന് അവലോകനം ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ മുറിഞ്ഞു കിടക്കുന്നതും തകർന്നു കിടക്കുന്നതുമായ മണ്ഡലങ്ങളെ പുനരുദ്ധരിപ്പിച്ച് പണിത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇപ്പോൾ നമ്മൾ പാടിയതുപോലൊരു പുതിയ കുടുംബമാക്കി തീർക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ആമേൻ. സ്തോത്രം. എവിടെയെങ്കിലും ഇടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ അനർത്ഥത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. കാരണം ഇടിഞ്ഞു കിടക്കുന്ന വഴിയുടെ വാതിലിലൂടെ ശത്രുവിന് യഥേഷ്ടം കയറിയിറങ്ങുവാൻ കഴിയും. അതുകൊണ്ട് ഓരോരുത്തരും ഈ വിഷയത്തിൽ കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇതിനകത്തെ പങ്ക്? അതാണല്ലോ വിഷയം. അതിലേക്ക് ഞാൻ വരികയാണ്. ആമേൻ. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ പൊരുതി നിൽക്കുന്നതിൽ അവർക്കുള്ള പങ്ക് എന്താണ്? സ്തോത്രം. ഈ പൊരുതുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ചുമ്മാതെ കയറി പൊരുതാനൊന്നും ഒക്കത്തില്ല. ആമേൻ. എന്തുവാ ഈ പൊരുതുന്നേ? എങ്ങനെയാ പൊരുതുന്നേ? എന്താണ് അതിന് അടിസ്ഥാനം? ഹല്ലേലൂയ. മക്കളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഇത് അല്പം കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പോൾ ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് അതിപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ തൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അങ്ങനെ ബഹുമാനിച്ചാൽ അവർക്കുള്ള റിസൾട്ട്, ആമേൻ, അവർക്ക് നന്മയും ദീർഘായുസ്സും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടോ. മക്കളെ പറ്റി അനേക വചനങ്ങൾ അങ്ങനെ ദൈവവചനത്തിലുള്ളതിൽ ഞാൻ ചിലതൊക്കെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ് ലേഖനം 3:20 പറയുന്നു, മക്കളെ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും സകലത്തിലും അനുസരിപ്പീൻ. മർക്കോസ് 7:10 പറയുന്നു, അപ്പനെയും അമ്മയെയും പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറയുന്നു. ഗൗരവത്തോടെ കേൾക്കണം ആ വചനമൊക്കെ. സദൃശവാക്യം 23:22 പറയുന്നു, നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കേട്ടോണം. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഇന്ന് മാതാക്കളെയൊക്കെ നിന്ദിച്ച് അടിച്ച് തൊഴിച്ച് ആമേൻ വെളിയിൽ കളയുന്ന തലമുറകൾ നമ്മുടെ ചുറ്റുപാടും നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് പ്രമാണമില്ല. നമ്മുടെ പ്രമാണം നിൻ്റെ അപ്പൻ്റെയും അമ്മയെയും അവർ വൃദ്ധരായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കരുത്. സദൃശവാക്യം 30:17 പറയുന്നു, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ എന്ത് ചെയ്യുമെന്നറിയാമോ? തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കും. ആ വാക്യം കണ്ടിട്ടില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് എഴുതിയെടുത്തോണം. കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എന്തൊരു
ഭയങ്കരമായ അനുഭവമാണ്. മാതാപിതാക്കന്മാരെ നിന്ദിച്ചാൽ, മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നാൽ, പ്രിയ മക്കളെ, നമുക്ക് വരാൻ പോകുന്ന വിപത്ത് ചെറുതല്ലെന്ന് ദൈവവചനം ശക്തിയോടെ ഇന്ന് പകൽക്കാലം പറയുകയാണ്. അതുകൊണ്ട് ഹോണർ യുവർ ഫാദർ ആൻഡ് മദർ എന്നുള്ളതാണ് ദൈവം ആദ്യം കൊടുത്ത കൽപ്പന. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അവരെ ഹോണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവർക്ക് ആമേൻ ഒരു മൊമെൻ്റോ ഒക്കെ കൊടുത്ത് ഹോണർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്താ അതിൻ്റെ അർത്ഥം? അവരുടെ പദവിയെ ബഹുമാനിക്കണം കേട്ടോ. അവരുടെ പദവി എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണെന്നുള്ള ആ പദവിയെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. ആമേൻ. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവ് ജ്ഞാനത്തിൽ സമ്പന്നനും ജ്ഞാനത്തിൽ നിറഞ്ഞവനുമായിരുന്നു. എങ്കിലും തൻ്റെ അപ്പനും അമ്മയ്ക്കും അവൻ കീഴടങ്ങിയിരുന്നു എന്നാണ് ലൂക്കോസ് 2:52 വായിക്കുന്നത്. ഇന്ന് അപ്പനും അമ്മയെക്കാളും വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും പഠിത്തവും ഒക്കെ മക്കൾക്കുണ്ടായാൽ അവർ പറയും, അമ്മയ്ക്ക് എന്തറിയാം, അല്ലെങ്കിൽ പപ്പായ്ക്ക് എന്നോ അറിയാം. നിങ്ങൾ പറയുന്ന പോലെ അല്ലെന്ന് പറയുന്ന കുഞ്ഞുങ്ങളിത് കേൾക്കണം. അവരോട് യേശു കർത്താവ് ജ്ഞാനത്തിൽ സമ്പൂർണ്ണൻ. ആ കർത്താവ് വലിയ വിദ്യാഭ്യാസവും പഠിത്തവും ഒന്നുമില്ലാത്ത തൻ്റെ മാതാവിനും പിതാവിനും ഈ ലോകത്തിൽ ദൈവം കൊടുത്ത തൻ്റെ പേരൻസിന് ആമേൻ കീഴ്പ്പെട്ടിരുന്നു, കീഴടങ്ങിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ വരുമ്പോൾ ആമേൻ കീഴടങ്ങി ഇരിക്കാതെ തൻ്റെ പിതാവിനോട് പൊരുതി നിന്ന ഒരു മകനെ പരിശുദ്ധാത്മാവ് എനിക്ക് ഓർപ്പിച്ചു തന്നതുകൊണ്ട് ഞാൻ ആ ഭാഗമൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിൻ്റെ മഹാരാജാവായിരുന്ന ദാവീദിൻ്റെ കുടുംബത്തിൽ അബ്ശാലോം രാജകുമാരൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്ന് വരികയാണ്. സ്തോത്രം. തൻ്റെ നല്ല യൗവനത്തിലേക്ക് താൻ കയറിക്കഴിഞ്ഞപ്പോൾ താൻ തൻ്റെ അപ്പനോടുള്ള ബഹുമാനത്തിൽ, ആ പദവിയിൽ, ആ സ്നേഹബന്ധത്തിൽ, ആ ഒരു ആദരവിൽ താൻ ആ പദവിയെയൊക്കെ താൻ അവഗണിച്ചുകൊണ്ട് തൻ്റെ അപ്പനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം ആമേൻ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ അപ്പൻ്റെ പദവിയെ പിടിച്ചെടുക്കാൻ നോക്കി, ആ രാജസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ നോക്കി. ആമേൻ എന്ത് ചെയ്തു? രാജ്യത്ത് ഒരു കൂട്ടം ജനത്തെ വശീകരിച്ച് വശത്താക്കി, കൂട്ടുകെട്ടിന് ബലം വർദ്ധിപ്പിച്ച് പിതാവിനെതിരായ ആരോപണങ്ങൾ പറഞ്ഞു വരുത്തി ദാവീദ് രാജാവിനെ വളരെയധികം ഈ മകൻ അബ്ശാലോം അങ്ങ് വിഷമിപ്പിച്ചു. സ്തോത്രം. മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കരുത്. വിഷമിപ്പിച്ചപ്പോൾ ഒരു പിതാവല്ലേ, തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, തൻ്റെ മകനോട് പടവാളെടുക്കാൻ കഴിയുന്നില്ല. താൻ എന്ത് ചെയ്യുന്നറിയാമോ? താൻ രാജസ്ഥാനം വിട്ട് ഇറങ്ങി അരമന വിട്ട് താൻ ഓടിപ്പോയി. ഹല്ലേലൂയ. രാജസ്ഥാനം തന്ത്രപൂർവം തട്ടിയെടുക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്ത അബ്ശാലോമിൻ്റെ മുൻപിൽ സ്വന്തം പിതാവ് കീഴടങ്ങുകയാണ്. ഭവനം പണിയേണ്ടിയവൻ, ഭവനത്തിന് വേണ്ടി പോരാടി നിൽക്കേണ്ടിയവൻ, അപ്പനോടുള്ള ബന്ധം തകർത്ത് ബഹുമാനമില്ലാതാക്കി, ദൈവഭയമില്ലാതാക്കി അപ്പനെതിരെ പടവാളെടുത്ത അബ്ശാലോം എബ്രയീം വനത്തിൽ കൂടെ തൻ്റെ കോവർ കഴുതമേൽ കയറി ഓടിച്ചു പോകുമ്പോൾ ആമേൻ ആ യാത്രയിൽ തിങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ കൂടെ, അതായത് കരുവേലകമെന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ കീഴിലൂടെ കഴുത ഓടിപ്പോകുമ്പോൾ തൻ്റെ യൗവനത്തിൽ താൻ ഏറ്റവും അധികം ഓമനിപ്പിച്ച് താലോലിപ്പിച്ച് കൊണ്ടു നടന്ന തൻ്റെ പാറി പറന്നു കിടക്കുന്ന മുടി ആ കരുവേലകത്തിൻ്റെ കൊമ്പിന്മേൽ കുരുങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അബ്ശാലോം വഴിയാത്രയിൽ തൂങ്ങിക്കിടക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അവൻ്റെ ദാരുണമായ അന്ത്യം അവിടെ സംഭവിക്കുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പനെ നിന്ദിച്ചവൻ, അപ്പൻ്റെ വാക്കിനെ അനുസരിക്കാത്തവൻ, ആമേൻ അപ്പനെ ബഹുമാനിക്കാത്തവൻ, അമ്മയെ നിന്ദിക്കുന്ന ആരെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ആമേൻ ഇന്ന് പകൽ അവിടെ നിന്നൊരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം.
പിതാവിനും കുടുംബത്തിനും എതിരായി പൊരുതി നിൽക്കരുത്. പൊരുതുക, ഫൈറ്റ് എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. എതിരായി പൊരുതുവാൻ പോകരുത്. പിന്നെയോ ചേർന്ന് നിൽക്കണം, കുടുംബം പണിതെടുക്കണം. ആമേൻ. കുടുംബം പണിയുന്നതിൽ കുട്ടികൾക്കുള്ള രണ്ടാമത്തെ ആ കടപ്പാട് എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാതെ നിന്ന് പൊരുതണം. ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ കുടുംബത്തിനു വേണ്ടി പൊരുതണം. ഹല്ലേലൂയ. ഞാൻ പറയാം പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ നീറിപ്പിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പുറത്തു പറയാൻ വയ്യാത്ത വേദനകളുമായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കി അവർ പെരുമാറുവാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വപരമായ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം. ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ കുടുംബം തകർന്നു പോകാതെ മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സപ്പോർട്ട് കൊടുക്കണം, ധൈര്യം കൊടുക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഹല്ലേലൂയ. പല ഭവനങ്ങളിലും ഉണ്ടല്ലോ, പിള്ളേർക്ക് എപ്പോഴും പരാതിയാണ്. വലിയ പരാതികളാണ്. എന്നാന്നറിയാമോ? ചില പിള്ളേർ പറയുന്നേ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്ന വാക്കിന് ഇവിടെ വിലയില്ല, ഞാനിവിടെ ആരുമല്ല, ഞാൻ പിന്നെ എന്നാ. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കണം, ആയുസ്സിൻ്റെ നല്ല ഭാഗം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് മാതാപിതാക്കന്മാർ, അല്ലേ? അവർ നല്ലവണ്ണം അനുഭവിക്കേണ്ടത് പോലും മാറ്റിവെച്ചിട്ട് അതുകൂടെ സ്വരുക്കൂട്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും വളർത്തുവാനും അവർക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാനും അവർക്ക് നല്ല ആഹാരം വിളമ്പുവാനും ഒക്കെ തത്രപ്പെടുന്ന മാതാപിതാക്കന്മാരാണ്. ആമേൻ. ഒരുപക്ഷെ അവർ 2-3 നേരം കഴിച്ചില്ലെങ്കിലും അവരോട് ചോദിക്കുവാൻ ആരുമില്ല. എന്നാൽ ഈ ക്യാമ്പ് കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു തീരുമാനമെടുക്കണം. എന്താ മമ്മി, എന്താ ക്ഷീണിച്ചിരിക്കുന്നേ? അപ്പം എന്താ ക്ഷീണിച്ചിരിക്കുന്നേ? കഴിച്ചില്ലേ, കുടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നു എങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അവരുടെ ഇഷ്ടങ്ങളെ ഒന്ന് അറിയാൻ നമ്മൾ സമയമെടുക്കാറുണ്ടോ? നമ്മളെ മാതാപിതാക്കന്മാർ ജീവിച്ച് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കരുതി ജീവിച്ച് വാർദ്ധക്യം ചെന്നുമ്പോൾ പിന്നെ അവരെ നോക്കുന്നതും ഒരു നിന്ദയായി മാറിപ്പോകരുത് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ. ഹല്ലേലൂയ. ദൈവവചനമാണ് നമ്മുടെ പ്രമാണം. ആമേൻ. സ്നേഹബന്ധത്തിൽ ഊട്ടി ഉറപ്പിക്കുമ്പോൾ ബലവത്തായ ഒരു ഭവനം പണിതെടുക്കുവാണെന്നുള്ളത് മറന്നു പോവരുത്. ഇന്ന് ബാങ്ക് ലോണുകൾ, സാമ്പത്തിക അരാജകത്വങ്ങളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഒത്തിരി ഇല്ലേ? ഉണ്ട്. മിക്ക ഭവനങ്ങളിലുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ആ കുഴിയിൽ നിന്ന് അവർ കയറി വരുവാൻ ശ്രമിക്കുമ്പോൾ നിർബന്ധക്കാരും ശാഠ്യക്കാരുമായി കുഞ്ഞുങ്ങൾ മാറരുത്. ഇപ്പോഴിവിടെ വന്നിരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നല്ലതാ, പക്ഷെ ചില വീടുകളിൽ പിള്ളേർ അടുക്കളയിൽ അമ്മയ്ക്ക് സമാധാനം കൊടുക്കത്തില്ല. ആമേൻ. എനിക്ക് ഇപ്പം രൂപ വേണം, എനിക്ക് ഇപ്പം മൊബൈൽ വേണം, എനിക്ക് ഇന്ന് ഇത്ര രൂപ ഇപ്പം കിട്ടിയിരിക്കണം. ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങളാരുമേ അല്ലെന്ന് തോന്നും. അത് പക്ഷേ അങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ, നിർബന്ധ ബുദ്ധിക്കാരാകുമ്പോൾ, ഞാൻ കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളാദ്യം അത് പേരൻസിനോട് ചോദിക്കുന്നതിനും പറയുന്നതിനും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എൻ്റെ അപ്പാടിയിൽ പൈസയൊക്കെ കുറവാ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്കത് നൽകി തരണമേ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ അത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതും. ഹല്ലേലൂയ. ആമേൻ.
കടക്കണിയിൽപ്പെട്ട ഒരമ്മയുടെ കരച്ചിലാണ് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. ഒരമ്മ പ്രവാചകന്റെ അടുത്ത് ചെന്ന് വാവിട്ട് കരയുകയാണ്. എന്താ കരയുന്നേ? അവിടെ വലിയ സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സാമ്പത്തിക പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമാണ് തൻ്റെ ഓമന കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചോണ്ട് പോകും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ തലമുറകളെ പല വിധത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്ന അന്ധകാര ശക്തി ആമേൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾ നോക്കിക്കേ, സ്വന്തം കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൽ ആ വിഷയത്തിന് വേണ്ടി തൻ്റെ പേരൻസിനോട് അല്ലെങ്കിൽ തൻ്റെ അമ്മയോട് ചേർന്ന് പൊരുതി നിന്ന ഒരു നിൽപ്പ്, ആ ഭാഗം നമ്മളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും, നിവൃത്തിയില്ല. പ്രാർത്ഥിക്കുന്ന അമ്മ ഓടി പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയാണ്, അല്ലേ? പ്രവാചകന്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടും ചോദിക്കുകയാണ്, നീ ഭാരവുമായി പ്രശ്നങ്ങളുമായി അല്ലേ ഈ ക്യാമ്പിൽ വന്നിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കുന്നു, ഈ ക്യാമ്പിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞാൻ ഭാരപ്പെട്ടാണ് ഇവിടെ വന്നത്, ഇതിൻ്റെ മേൽ എനിക്കൊരു മറുപടിയുമായി ഇവിടെ ഇറങ്ങുവാൻ കഴിയണമേ എന്ന് പ്രവാചകന്റെ അടുത്ത് ഓടി ചെല്ലുമ്പോൾ ആമേൻ, പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? അന്നത്തെ കാലത്തെ ധനം വെച്ച് അവൾ പറഞ്ഞില്ല, എൻ്റെ എരുത്തിനകത്ത് നല്ല 2 കാളക്കിടാക്കൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീടിനകത്ത് കുറേ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ യാതൊന്നുമില്ലെന്ന്. അങ്ങനത്തെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയിരിപ്പുണ്ട്. കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നിന്റെ വീടിനകത്തൊന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുടെ ഒരു സമ്പാദ്യം വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ, നിന്റെ കുടുംബത്തെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുമെന്നുള്ളതാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് എണ്ണയുണ്ടോ? ഒന്ന് പരിശോധിച്ചോ? പറ്റി വരണ്ടിരിക്കുവാണോ? ഒന്ന് പരിശോധിച്ചോ? കഴിഞ്ഞ കാലങ്ങളിലെ കൃപയുണ്ടോ? ആ പ്രാർത്ഥനാ ജീവിതമുണ്ടോ? ആ ഉപവാസമുണ്ടോ? ആ തീഷ്ണതയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം സുഖമായി അന്തരീക്ഷത്തിൽ വന്നിരുന്നിട്ട് പോകാതെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ആത്മീയതയെ ഉണർത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അവൾ പറഞ്ഞു, എനിക്കൊന്നുമില്ല എൻ്റെ വീട്ടിൽ, പക്ഷെ ഇവരിൽ ഒരു ഭരണിക്കകത്ത് എണ്ണയിരിപ്പുണ്ട്. തൻ്റെ ഭർത്താവ് ശേഷിപ്പിച്ചിട്ട് പോയ എണ്ണ. അത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആമേൻ സന്തോഷം കൊണ്ട് നിറയാറുണ്ട്. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ കുഞ്ഞുങ്ങൾ സ്തോത്രം ചെയ്യണം. പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ മകളാണോ മകനാണോ സ്തോത്രം ചെയ്തോണം. നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ സ്തോത്രം ചെയ്യണം. കാരണമുണ്ടല്ലോ, എണ്ണ പകർന്നു വെക്കുക തലമുറയ്ക്കു വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ പകർന്നു വെച്ചിട്ടുള്ള കുടുംബങ്ങൾ ഒന്നും ഈ ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല, ദേശത്ത് അപമാന വിഷയമായിട്ടില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാണ്, നീ നിന്റെ മക്കളുമായി ഈ മുറിയിൽ കയറി വാതിലടയ്ക്കണം. കേട്ടോ, എന്താ മക്കളെ പറഞ്ഞത്? മുറിയിൽ കയറി വാതിലടയ്ക്കണം. ആമേൻ. എന്നിട്ട് ഈ എണ്ണ നീ എന്ത് ചെയ്യണം?
അയൽവക്കങ്ങളിൽ നിന്നെല്ലാം പാത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് എണ്ണ പകരണം. വീട്ടിലാകെ 3 പേരേ ഉള്ളൂ, അമ്മയും 2 ആൺപിള്ളേരുമേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് കുറേ നാളായി. നേരം വെളുക്കുമ്പോൾ ബാങ്കുകാർ മുറ്റത്ത്, പിറ്റേ ദിവസവും ബാങ്കുകാർ മുറ്റത്ത്. ജപ്തി ഇപ്പോൾ ഒട്ടിക്കുമെന്നും പറഞ്ഞാൽ അവർ വരുന്നത്. നിൻ്റെ പിള്ളേരെ ഇപ്പം പിടിച്ചുകൊണ്ട് പോകുന്നത്. പിള്ളേരങ്ങ് വാശം കെട്ടും. പിള്ളേർ ഇന്നത്തെ കാലത്തെ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഇരുന്ന് പറയും, വേറെ ജോലിയൊന്നുമില്ലായിരുന്നു, സുവിശേഷ വില എന്നും പറഞ്ഞ് ഇറങ്ങിയുള്ള കടവെല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് അപ്പനും പോയി. ഇതാണ് ഇനി ഞങ്ങൾ എന്നെ ചെയ്യും? ഞാൻ പോവാം, ഞാൻ വല്ലതും പണിക്ക് പോവാം, ഞാനിങ്ങനെയൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അവർ അത് വിരുദ്ധമായി പൊരുതും. അത് പാടില്ല. ഭക്തന്റെ വീടിനകത്ത്, പ്രാർത്ഥിക്കുന്ന വീടിനകത്ത് ഒരു വിഷയമുണ്ടായാൽ അത് സ്വർഗം അറിയാതെ അല്ലെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളണം. ആമേൻ. രാവിലെയും വൈകിട്ടും കടക്കാരെ കണ്ട് ലജ്ജിച്ച കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ ആമേൻ ഈ എണ്ണ പകരുവാൻ മുറിക്കകത്ത് കയറി. അല്ലാതെ അവരിൽ ഒരാൾ ഫുട്ബോൾ കളിക്കാൻ പോയില്ല, അവരിൽ ഒരാൾ ആമേൻ എനിക്ക് വൈകിട്ട് ക്ലബിൽ പോകണമെന്ന് പറഞ്ഞ് പോയില്ല, അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചോന്നും പറഞ്ഞ് ജോലി അമ്മയ്ക്ക് കൊടുത്തില്ല. കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പൊരുതണം. ഹല്ലേലൂയ. അതിന് നിങ്ങൾക്കൊരു കടപ്പാടുണ്ടെന്നുള്ളത് മറന്നു പോകല്ലേ. പാത്രങ്ങൾ പറക്കാൻ ഇറങ്ങി കുഞ്ഞുങ്ങൾ 2 കൂടെ. ആമേൻ. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ ദേശവാസികൾക്കെല്ലാം അറിയാം ഇവർ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരെ ഇവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലെന്ന്. പക്ഷേ ഈ 2 ആമക്കളും അമ്മയും കൂടെ പാത്രം പറക്കാൻ ദേശം മുഴുവൻ നടക്കുമ്പോൾ ആമേൻ എല്ലാ വീടുകളിൽ നിന്നും പാത്രം കൊടുത്തു. അതിൻ്റെ പുറകിൽ വ്യാപരിച്ച ശക്തി എന്തുവാ? നമ്മളാണെങ്കിൽ ഒരുത്തൻ ഗതികെട്ട് വീണാൽ പിന്നെ അവൻ്റെ പുറകെ പോകുമോ? എടാ പോവല്ലേ പോകുന്നതിനെ കൂടെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകും. ആമേ, നീയും പോയി കുരുങ്ങരുതെന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാ? പ്രവാചകന്റെ വചനം അതിൻ്റെ മുൻപിൽ പോകുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ മുൻപിൽ പോകുന്നുണ്ട്. വാഗ്ദത്തമുള്ള കുടുംബത്തെ തൊടുവാൻ ശത്രുവിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ പാത്രം പറക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർക്ക് മുൻപേ പോകുന്നുണ്ട്. എന്തുവാ? തടഞ്ഞു വെക്കരുത്, കൊടുത്തോണം. തടഞ്ഞു വെക്കരുത്, കൊടുത്തോണം. തടഞ്ഞു വെക്കരുത്, കൊടുത്തോണം. നിന്റെ വീട്ടിലെ മുഴുവൻ പാത്രം പറക്കി കൊടുക്കുക. കാരണം ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് തലകുനിച്ചിരിക്കുന്ന സഹോദരി, ഇന്ന് തലകുനിച്ചിരിക്കുന്ന കുടുംബമേ, ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തെ കൊണ്ട് ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നോക്കിക്കേ, ആ കുഞ്ഞുങ്ങൾ ചെന്ന് പാത്രം പറക്കുമ്പോൾ ദൈവം അവർക്ക് അനുകൂലമായി നിൽക്കുക. അവർ പറക്കാവുന്നിടത്തോളം പറക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി. ഹല്ലേലൂയ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്ക്, മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. ആമേൻ. മക്കളോട് കൂടെ അകത്ത് കടക്കുവാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്വത്തോട് നിൽക്കേണ്ട സ്ഥാനത്ത് ആമേൻ അവിടെ നിന്ന് വഴുതി മാറാതെ മക്കൾ പൊരുതണം കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. കേട്ടോ, നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ചുമതലയുണ്ട്. ഹല്ലേലൂയ. അവരെണ്ണ പകരാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ കണ്ടോ, ഓരോരുത്തർ പാത്രം പറക്കി വെക്കുക. അവരുടെ ജോലി അതാ. അവരൊന്നും കുറ്റം പറയുന്നില്ല. അവർ ഓരോരുത്തർ പാത്രം പറക്കി വെക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ആമേൻ, ഫറവോന് ഞാനിനി അടിമയല്ലെന്ന് പറഞ്ഞ് പാട്ടുപാടി അവർ എണ്ണ പകരാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആത്മാവിന്റെ ആരാധന ഭവനങ്ങളിനകത്ത് ഉയരുന്നില്ലെങ്കിൽ ശത്രു പിടിച്ചോണ്ട് പോകും. കുടുംബങ്ങൾക്ക് വേണ്ടി പൊരുതണം. തലമുറ മുൻപോട്ട് വരണം, കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരണം. ഹല്ലേലൂയ. അവര് എണ്ണ പകർന്നു. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം പാത്രം അങ്ങോട്ട് പകർന്നു അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എത്ര സന്തോഷം. ഒരു ഭരണി എണ്ണയ്ക്കകത്തു നിന്ന് അങ്ങ് പകരുക. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കരുത്. അല്പത്തിൽ നിന്ന് വർദ്ധിപ്പിച്ച കൃപയോർത്തൊന്ന് സ്തോത്രം ചെയ്തേ. അല്പത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചത് ഞെരുക്കത്തിൽ
ദൈവം കൊണ്ടുവന്നില്ലേ? ദൈവം കൊണ്ടുവന്നില്ലേ? നല്ല ആഹാരം കിട്ടും, നന്നായിട്ട് അങ്ങ് ആരാധിച്ചോണം കേട്ടോ. ഒരു ബന്ധപ്പാടുമില്ല, വീട്ടിലെ ഒരു പണിയും ചെയ്യണ്ട, എത്ര സുഖം. അതുകൊണ്ട് പിശുക്കില്ലാതെ നന്നായി അങ്ങ് ആരാധിക്കണം. ആരാധിച്ചങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അന്ധകാര ശക്തി, ഈ വായുമണ്ഡലത്തിൽ നിൽക്കുന്ന ദുഷ്ടാത്മസേനകളൊക്കെ വഴിമാറിപ്പോകുന്ന ഒരാരാധന ഇതിനകത്തുയരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഇന്ന് പകൽക്കാലം. അതിന് തയ്യാറാകണം, അതിന് തയ്യാറാകണമെന്ന്. ഹല്ലേലൂയ. ഓണങ്ങി ആരാധനയൊക്കെ നിർത്തണം. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണം. നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്ത് ആരാധിക്കണം. നമ്മൾ ആരാധിക്കാൻ വന്നതല്ലേ, നമ്മൾ ആരാധിക്കാൻ വന്നതല്ലേ. ഒരു കൂട്ടര് ആമേൻ ഈസ്റ്ററിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, നമ്മളത് വിട്ടിറങ്ങിയവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുക്കണം. എണ്ണ നിൽക്കത്തില്ലെന്ന്, എണ്ണ നിൽക്കത്തില്ല. ഇനിയും അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങുകയാ, ഇനിയും നന്മ പ്രാപിക്കാൻ തുടങ്ങുകയാ. എണ്ണ നിർത്തത്തില്ല എൻ്റെ ദൈവം. നീ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ഈ ഉറവ നിൽക്കത്തില്ല. നീ മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ഉറവ നിൽക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കുട്ടികൾ പറഞ്ഞു, അമ്മേ പാത്രം തീർന്നുപോയി. അന്നേരമായി എണ്ണ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം നിൽക്കാത്ത ഒരു ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ രക്ഷയുടെ ഉറവയിൽ നിന്ന് നീ കുടിച്ചോണം. നിന്റെ തലമുറയ്ക്ക് പകർന്നോണം. കുഞ്ഞുങ്ങളത് ഏറ്റെടുത്തോണം. അവർ കുടുംബത്തിനകത്ത് പൊരുതി നിൽക്കണം. കാരണം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതൊരു ദൈവവചനമാണെങ്കിൽ, ഫേസിറ്റിയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദേശത്ത് അപമാനിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് പകൽക്കാലം അതിനെതിരായി വ്യാപരിക്കുന്ന പോരുകളെയും പോരാട്ടങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചുകൊണ്ട് ദൈവജനം ആരാധിച്ച് മുന്നേറുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പിറ്റേ ഞായറാഴ്ചത്തെ സഭായോഗത്തിന് പോക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിന് പോകുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. 2 പിള്ളേരെ ഇടവും വലവും നിർത്തിക്കൊണ്ട് എത്ര അഭിമാനത്തോടാ പിറ്റേ ഞായറാഴ്ച ഒരു സാക്ഷ്യം പറയാനാണ് പോകുന്നത്. എന്തോ പറയാൻ പോകുന്നത്? ആമേൻ. അവരെ അഭിമാനത്തോട് കുഞ്ഞുങ്ങളും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ വിഷയത്തിന് കടക്കണിയിൽ നിന്ന്, അതുപോലെ അനേക കുടുംബങ്ങൾ ആത്മഹത്യയിൽ അവസാനിച്ചപ്പോൾ, അനേക വിഷക്കുപ്പിയിൽ അവസാനിച്ചപ്പോൾ, ആമേൻ ചാമൻ കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ സമൂഹത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിജയം നേടിയതിൻ്റെ സന്തോഷത്തോടെ അമ്മയും മക്കളും കൂടെ ആ ഞായറാഴ്ച ആരാധനയ്ക്ക് പോവുകയാണ്. അവരുടെ പോക്ക് ഞാനൊന്ന് ഭാവനെ കണ്ടു. എൻ്റെ തോന്നൽ ആ പൈസ കൊണ്ട് പോയി 2 ഷർട്ടും 2 പാൻറ്റും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ആമേൻ, സ്തോത്രം. ഈ എണ്ണ മുഴുവൻ കൊണ്ടുപോയി വിറ്റതാരാ? ഈ പിള്ളേരാ. ഈ എണ്ണ തലയെ വെച്ചുകൊണ്ട് പോകാൻ അവർക്കൊരു നാണം കേടുമില്ലായിരുന്നു. ആമേൻ. സ്വന്തം വീട്ടിൽ എന്തോ പണി ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് നാണം കേട് വരല്ല. ഈ എണ്ണ മുഴുവൻ അവരാ വിറ്റത്. പിറ്റേ ദിവസം പോയി ഡ്രസ്സൊക്കെ എടുത്തു, നല്ല ആമേൻ ഡ്രസ്സൊക്കെ ചെന്നെടുത്ത് അവർ നല്ല ഭംഗിയായിട്ടാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് പോവാ. ആമേൻ. ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഈ അമ്മ പറയും, എന്താ ആരാധിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കൂടുണ്ട്. ആമേൻ. എനിക്ക് കരുത്തേകാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കൂടുണ്ട്. എൻ്റെ വീട്ടിൽ പ്രശ്നം വന്നാൽ എൻ്റെ തലമുറ കൂടുണ്ട്. എന്നെ താങ്ങാൻ എൻ്റെ തലമുറകൾ കൂടുണ്ട്. എൻ്റെ കൊമ്പുയർത്തുന്ന കുഞ്ഞുങ്ങളാണിവർ. ഹല്ലേലൂയ. എൻ്റെ കുടുംബം തകരത്തില്ല. ആമേൻ. ഹേമാൻ ഒരിക്കൽ ആരാധനയ്ക്ക് വേണ്ടി തൻ്റെ മക്കളുമായി ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഹേമാൻ അവൻ്റെ ആൺമക്കളും എല്ലാം ആലയത്തിലെ സംഗീതജ്ഞരാണ്. ആമേൻ. അവിടെ പറയുക, ഹേമാൻ്റെ കൊമ്പുയർത്തുവാൻ ദൈവം കൊടുത്ത മക്കൾ. കൊമ്പ് താക്കല്ല് കേട്ടോ, പേരൻസിൻ്റെ കൊമ്പ് താത്തുകളയല്ലേ. അയ്യോ, അവരുടെ മുഖത്ത് കരിവാരി തേക്കല്ലേ. അയ്യോ, ആ പ്രാർത്ഥന മുടക്കിക്കളയല്ലേ മക്കളെ.
കൊമ്പുയർത്തുന്ന കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. ഞാൻ മൂന്നാമത് ഒരു ചിന്തയുടെ പറഞ്ഞു വേഗത്തിൽ അവസാനിപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് തിമത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വളരെ ശക്തമായ ഒരു ദൂതുണ്ട്. 4:16 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആമേൻ, സ്തോത്രം. തീത്തോസ് 1:9 പറയുകയാണ്, ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശത്തിനകത്ത് നിന്നോണം. അതാ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാൻ ദൈവാത്മാവ് തന്ന അടുത്ത ഒരു ദൂത്. ഉപദേശം എങ്ങനെ പഠിക്കും? ഉപദേശത്തിന് വേണ്ടി പൊരുതണം. ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കലാലയങ്ങളിലേക്കും ഓഫീസുകളിലേക്കും കോളേജിലും സ്കൂളിലും ഒക്കെ പോവുകയാണ്. പക്ഷേ നമ്മുടെ പ്രമാണത്തിനകത്ത്, ആ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. ഉപദേശം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവവചനം നിരന്തരമായി വായിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ഇഷ്ടമാണ്. നമുക്ക് കർത്താവിൻ്റെ ദാസന്മാർ ഡെലിവറൻസ് അങ്ങോട്ട് തരുമ്പോൾ ഏറ്റെടുക്കാനും ഇഷ്ടമാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷെ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ടോ? തനിച്ചിരുന്ന് വേദപുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ ഉപദേശം കിട്ടത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. തിമത്തിയോസിനോട് പറയുക, നീ ഉപദേശത്തിൽ നിലനിന്നുകൊള്ളണം. നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നീ ഉപദേശത്തിൽ നിലനിൽക്കണം. ഇന്നലെ രാത്രിയിൽ ആമേൻ കർത്താവിൻ്റെ ദാസൻ റജി പാസ്റ്റർ ആ ഭാഗം ഞാൻ എടുത്തു വെച്ച് ആ ഭാഗമൊന്ന് തൊട്ടുപോയെങ്കിലും അവിടെ നിന്ന് ദൈവം എനിക്ക് തന്ന ഒരു ചിന്തയുടെ ഞാൻ പറയട്ടെ. യിരെമ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ ആമേ രേഖാബ്യ കുടുംബത്തെ പറ്റി പറഞ്ഞു അല്ലേ? അവരുടെ കുടുംബത്തിനകത്ത് പിതാക്കന്മാർ കൊടുത്ത ഒരു ഉപദേശം അവർ കാത്തു സൂക്ഷിച്ചു. എന്തായിരുന്നു അവരുടെ ഉപദേശം? അവരുടെ ഉപദേശം എന്തായിരുന്നു? നിങ്ങൾ കേട്ടവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകരുത്, ജീവപര്യന്തം നിങ്ങൾ കൂടാരങ്ങളിൽ പാർക്കണം. ഇത് വായിച്ചപ്പോൾ ഞാൻ ചെയ്യോ, എന്തൊരു കഷ്ടമായത്. വീട് വെക്കരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, നല്ല ഒന്നും ചെയ്യണ്ട, നിങ്ങളിങ്ങനെ പാർത്തോണം എന്നൊക്കെ പറയുമ്പം എന്തോ ഇതിൻ്റെ പുറകിലുള്ള കാര്യം അത് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവർ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കുടുംബമാണ്. ലേവ്യ കുടുംബത്തിന് അവരെ തീറ്റിപ്പോറ്റേണ്ടത്. ആമേൻ. ഇങ്ങനെ അവർ സുഖമായി കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാം കൊണ്ടുവന്ന് ഈ കുടുംബത്തെ ആമേൻ അവർക്ക് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യേണ്ട, അവർക്ക് കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെബൂഖദ്നേസർ വന്ന് നമ്മൾ കേട്ടതുപോലെ രാജ്യത്തെ ആക്രമിച്ച് മുഴുവൻ എണ്ണത്തിനെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ തെറ്റിയൊഴിഞ്ഞു പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കുടുംബം, രേഖാബ്യ കുടുംബം. ഹല്ലേലൂയ. ആമേൻ. പക്ഷനിവരിലുണ്ടല്ലോ, അവരോട് ഈ പ്രമാണം പറഞ്ഞതുകൊണ്ട് അവർക്കിപ്പോൾ വിതയ്ക്കാനും ഒക്കത്തില്ല, വീട് വെക്കാനും ഒക്കത്തില്ല. എടാ ഒരു പറ ഗോതമ്പ് ഒന്ന് വിതച്ച് വിത്തുണ്ടാക്കി ഒന്ന് ഭക്ഷിക്കുന്നതിന് എന്തുവാ കുഴപ്പം? കാരണം നമ്മളെ പോറ്റേണ്ടിവരെല്ലാം അങ്ങ് പോയില്ലേ, അവരെല്ലാം പ്രവാസത്തിൽ പോയില്ലേ, ഇഷ്ടം പോലെ വിത്ത് കിടപ്പുണ്ട്. നമുക്കൊന്ന് വിതച്ച ആമേൻ, നമുക്കൊന്ന് അതിൽ നിന്ന് ഫലമെടുത്താൽ എന്താ, നമുക്കല്പം വീഞ്ഞു കുടിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ അവരത് ചെയ്തില്ല. കാരണം അവരാ ഉപദേശത്തിൽ നിൽക്കുക. ഇപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഞെരുക്കമാണ് അല്ലേ? ഇപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ഇപ്പം ഞെരുക്കവും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഇവരുടെ വീട്ടിലുണ്ട്. പക്ഷെന്നരിയിൽ ആര് കേട്ടാലും ഒന്നും കുറ്റം പറയത്തില്ല. എടാ, പോഷിപ്പിക്കേണ്ടവരെയെല്ലാം അടിമകളായി പിടിച്ചോണ്ട് പോയപ്പോഴല്ലേ അവരിത് ചെയ്തത്. പക്ഷേ അവരും ആണുവിട മാറിയില്ല. അവരാ ഉപദേശത്തിൽ കഷ്ടതയുടെ കയ്പ് നീര് കുടിക്കേണ്ടി വന്നാലും, കഷ്ടതയുടെ പാനപാത്രം ഈ നാളുകളിൽ കുടിക്കേണ്ടി വന്നാലും അതിനപ്പുറത്ത് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുഖമുണ്ടെന്ന് ഇന്ന് പകൽ ആര് വിശ്വസിക്കുന്നു? നീ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിനകത്ത്
ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് നിനക്ക് കേട് വന്നാൽ കേട് പോക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് പട്ടിണി വന്നാൽ പട്ടിണി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നോക്കിക്കേ, അവർ പറയുക, ഞങ്ങളോ ഞങ്ങളുടെ പുത്രന്മാരോ പുത്രിമാരോ ഞങ്ങളുടെ ഭാര്യമാരോ ആരും ജീവപര്യന്തം അതേ തൊടത്തില്ലെന്ന്. ഓ, എന്തോ തീരുമാനമാണ്! കുറച്ച് നാളത്തേക്കെന്നല്ല, രേഖാബിൻ്റെ മകൻ യോനാദാബിൻ്റെ മക്കളാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച ഒരു 3-ാം തലമുറ വന്നപ്പോഴും അവരുണ്ടല്ലോ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ പെന്തക്കോസിൻ്റെ 3-ാം തലമുറ വരുമ്പോഴെവിടാ? പക്ഷെ അവർ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അവർ പറയുക, ജീവപര്യന്തം ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ശക്തമായ ഒരു തീരുമാനമെടുത്തിട്ട് പോകാൻ കഴിയുമോ? ജീവപര്യന്തം ദൈവവചനത്തിന് വിരുദ്ധമായതിന് ഞാൻ കൈനീട്ടത്തില്ല. അത് നിമിത്തം നിനക്ക് നഷ്ടം വന്നാലും കഷ്ടം വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നിന്നെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. കോംപ്രമൈസ് പാടില്ലെന്ന് എത്ര പേര് ഈ വചനത്തോടൊന്ന് യോജിക്കും? ഹല്ലേലൂയ, ആമേൻ. എത്ര പേര് ഈ വചനത്തോടൊന്ന് യോജിക്കും? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ. വീടിനകത്ത് ഒന്നുമില്ലാതെ ഞെരുങ്ങിയിരുന്നു കൊണ്ട്, ആമേൻ, കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടല്ലോ. അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഞെരുങ്ങുന്നില്ല, കാരണം നമ്മൾ അവർക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ച് പറക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും അവരോട് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. മക്കളെ, ഞാൻ പറയട്ടെ, ജീവപര്യന്തം നിങ്ങളെ യഹോവയ്ക്ക് വിശുദ്ധരായിരുന്നോളണം. നിങ്ങളെ ദൈവം ഉയർത്തും. നിങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ദൈവം തരും. നിങ്ങൾക്ക് ഉയർന്ന പദവികളിലേക്ക് നിങ്ങൾ കയറും. പക്ഷെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എവിടെ നിൽക്കണം? ദൈവവചനം വായിച്ച ഉപദേശത്തിൽ നിൽക്കണം. അവിടെയും ഇവിടെയും ആടാനും കൊഴയാനും പോകരുത്. കാണുന്നതിൻ്റെ അല്ല പുറകെ പോകരുത്. നിനക്കൊരു വേർപാടും നിനക്കൊരു വിശുദ്ധിയും. ഇന്ന് പകൽ ദൈവദാസന്മാരുടെ കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അറിയിക്കുന്നത്. ഫേസിറ്റി ചർച്ചിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ഉപദേശമെന്ന ആ ബൗണ്ടറിക്കകത്ത് നിൽക്കണം. അതിന് വെളിയിൽ പോകുവാൻ നമുക്ക് പ്രമാണമില്ല. അവിടെ ഇച്ചിരി ഞെരുക്കങ്ങൾ വന്നാലും, അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നാലും, ഇച്ചിരി കഷ്ടത വന്നാലും ഒക്കെ ഉണ്ടല്ലോ, ആമേൻ, അവിടെ നിന്ന് വിടുവിച്ചെടുക്കുന്ന മുഖത്തേക്ക് നോക്കിക്കോണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശു കർത്താവ് കാൽവറിയിൽ കിടക്കുമ്പോൾ, ആമേൻ, കടന്നു പോകുന്നവരെല്ലാം തല കുലുക്കി ചിരിച്ചുകൊണ്ട് കടന്നുപോയി അല്ലേ? അവരെന്തുവാ പറഞ്ഞത്? ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വാ. നീ ഇപ്പോൾ ഇറങ്ങി വരാമെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാമെന്ന്. കർത്താവിന് ഇറങ്ങി വരാൻ കഴിവില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആമേൻ. അവർ പറയുക, ആമേൻ, ആമേൻ, നിനക്ക് കഴിവില്ല, കഴിവില്ല, നിനക്ക് കഴിവ് പോയി. നിന്നെ ശരിക്ക് അടിച്ച് തകർത്ത്, ആമേൻ, നിന്റെ ശരീരത്തിൻ്റെ രക്തവും വെള്ളവും എല്ലാം ഊറ്റി നിന്നെ ഒരു പരുവമാക്കി ഇട്ടേക്കുക. നിനക്ക് അത്ഭുതം കാണിക്കാമെങ്കിൽ കാണിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവർ തലകുലുക്കി ചിരിച്ച് പരിഹസിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരക്ഷരം പറയാതെ യേശു കിടന്നത് എബ്രായ ലേഖനം 5:8 പറയുകയാണ്, പിതാവിനോടുള്ള അനുസരണത്തിൽ തികഞ്ഞവനാകേണ്ടതിന്, ആമേൻ, തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അവൻ അതേൽക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, അനുസരണം പഠിപ്പിക്കുവാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടതയ്ക്കകത്തൂടെ കൊണ്ടുപോകും. അപ്പം ചിലരൊക്കെ തലകുലുക്കി ചിരിച്ചോണ്ട് പോയെന്നിരിക്കും കേട്ടോ. ചിലരൊക്കെ തലകുലുക്ക് നിന്നെ നോക്കി പോയടാ, പോയി പോയി പോയി. പക്ഷേ ദൈവവൈദ്യരെ ഞാൻ പറയട്ടെ, നീ ആ ക്രൂശിനെ ധ്യാനിച്ചോണം. കാരണം അനുസരണം പഠിപ്പിക്കേണ്ടതിന്. ആ വാക്ക്, ആമേൻ, സ്തോത്രം. അനുസരണം പഠിപ്പിക്കേണ്ടതിന്. ഇപ്പം ഇട്ടേക്കുക, യേശു കർത്താവ് അനുസരണത്തിൽ തികഞ്ഞവനായി തീരണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുസരണത്തിൽ തികയാനായി കഷ്ടത. ഒന്ന് സ്തോത്രം ചെയ്യും. ആ കഷ്ടതയെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ആ പ്രതികൂലത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ആ പ്രതിസന്ധി ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ. യേശു കർത്താവ് അവിടെ കിടക്കുകയല്ലായിരുന്നു. അവൻ അവിടെ നിന്ന് 3-ാം നാൾ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക സാധ്യമായിരുന്നു. മരണത്തെ ജയിച്ച്, പാതാള ശക്തികളെ ജയിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവവൈതലേ, നിന്റെ വിഷയത്തിൽ നിന്ന് ഒരു പുനരുദ്ധാരണം, ഒരു ഉയർപ്പ് എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ഉയർപ്പുണ്ടെന്നുണ്ടോ? ഈ കുഴിയിൽ നിന്ന് ഞാൻ പൊങ്ങുമെന്ന് പറയുമോ?
പറയും, നമ്മൾ പൊങ്ങും പൊങ്ങും പൊങ്ങും. കടന്നു പോകുന്നവർ തലകുലുക്കി ചിരിച്ചുകൊണ്ട് പോവുകയായിപ്പോൾ പലരും നിന്നെ നോക്കി തലകുലുക്കുന്നുണ്ട്. പക്ഷേ ഇല്ല ഇല്ല ഇല്ല, ജീവന്റെ വചനം പ്രമാണിച്ച് ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ അതിനെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ ശക്തിയോടെ ദൈവത്തിന്റെ സാക്ഷിയാകും. കാരണം അനുസരണം പഠിപ്പിക്കാനിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 1 യോഹന്നാൻ 2:14 ഒരു വാക്യമുണ്ട്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാൽ ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും. നോക്കിയാൽ 3 കാര്യം കുഞ്ഞുങ്ങൾ ചെയ്തോണം. 1, നിങ്ങൾ ശക്തരാകണം, ദൈവവചനം നിങ്ങളിൽ വസിക്കണം. 3, ദുഷ്ടനെ ജയിക്കണം. ദുഷ്ടനെ ജയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മ നിറവ് ഈ കോമ്പൗണ്ടിനകത്ത് ഒരു വലിയ അഭിഷേകം ഒന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ മേൽ വന്നതുപോലെ ഒരാത്മനിറവ് ഇതിനകത്ത് വ്യാപരിക്കുവാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട്? അങ്ങനെ നീ പ്രാപിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, നീ ദുഷ്ടനെ ജയിക്കും. രേഖാബിയ കുടുംബത്തോട് യിരെമ്യാവ് പ്രവചിച്ചു. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇങ്ങനെ ജീവപര്യന്തം ഒരു തീരുമാനമെടുത്തത് കൊണ്ടുണ്ടല്ലോ, നിങ്ങൾ എന്നേക്കും നിന്റെ തലമുറയായി എൻ്റെ സന്നിധിയിൽ നിലനിൽക്കും. സാത്താനെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്നുകൊണ്ട് ആമേൻ ജീവപര്യന്തം ദൈവത്തിന് വേണ്ടി പോരാടി അവസാനം ആ നിത്യതയുടെ തുറമുഖത്ത് ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതന്മാർ വീണകൾ മീട്ടുന്ന സംഘത്തിൽ ആമേൻ കോടാനുകോടി ദൂതന്മാരുടെ ഗണത്തിൽ ഞാനും ജയിച്ചു കയറി അവിടെ ചെല്ലും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം വളരെ അതിശക്തമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവം സിസ്റ്റർ മേഴ്സിയിലൂടെ നമ്മളോട് സംസാരിച്ചു. പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും പുറപ്പാട്, സദൃശവാക്യങ്ങൾ, രാജാക്കന്മാർ, യിരെമ്യാവ്, എഫേഷ്യൻസ്, കൊളോഷ്യൻസ്, തിമോത്തി, ടൈറ്റസ്, 1 ജോൺ എന്നീ ലേഖനങ്ങളിലൂടെയും വളരെ ഹൃദ്യമായി ആഴമായി ദാസിയിലൂടെ നമ്മളോട് സംസാരിച്ചു. പ്രത്യേക കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് കേട്ടെന്ന് ഞാൻ കരുതുന്നു. യു ഷുഡ് ബി റെസ്പെക്ട്ഫുള്ളി ഒബീഡിയൻസ് യുവർ പാരൻസ്. You should responsible and shoulder your parents in their difficulties, and also encourage your parents, and also lead a prayerful life. മക്കൾ മാതാപിതാക്കന്മാരുടെ കൊമ്പ് ഉയർത്തുന്നവരായിരിക്കണം, മറിച്ചാവരുത്. ദൈവവചനം വായിച്ച് പഠിച്ച് ഉപദേശത്തിൽ തന്നെ നിലനിൽക്കണം. ജീവപര്യന്തം വിശുദ്ധിയുള്ളവരായിരിക്കണം. ഇതാണെന്ന് പറഞ്ഞ മെസ്സേജിൻ്റെ എസൻസ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിച്ചെന്ന് ഞാൻ കരുതുന്നു. ഇത് 30ഉം 60ഉമല്ല, 100 മേനി തന്നെ ഈ നാളുകളിൽ നിങ്ങളിൽ ഫലമണിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I thank Sister Mercy on behalf of Faith City Church and on my own behalf, and may our Lord continue to bless her in her further journey to capture the kingdom. Thank you.